നമ്മുടെ സഭയിൽ മലയാളം ബൈബിള് ഔദ്യോഗികമായിട്ട് പരാവർത്തനം ചെയ്ത് ഇവിടെ നിലവിൽ വന്നത് 1981 അതിനു മുമ്പ് പുതിയ നിയമം പരാവർത്തനം ചെയ്തിരുന്നു. പിന്നെ മൂത്തേടനച്ഛൻ സമ്പൂർണ്ണ ബൈബിള് സ്വന്തം പരിശ്രമത്താൽ ഏതാനും വർഷം മുമ്പ് പരാവർത്തനം ചെയ്തിരുന്നു. അത് ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കാനായിട്ടൊരു ബൈബിൾ ഇവിടെ ഉണ്ടായത് 1981 ഇന്ത്യക്ക് ചെറുപ്പകാലഘട്ടത്തിൽ അന്ന് സുറിയാനി കുർബാനയായിരുന്നു. 62 മലയാളം കുർബാന വന്നത്. ആ സുറിയാനി കുർബാനയിൽ വൈദികൻ സുറിയാനിയിലാണ് സുവിശേഷവും വായിക്കുന്നത്. മലയാളത്തിൽ പ്രസംഗമുണ്ട്, ബാക്കിയില്ല. സുറിയാനി ഭാഷയില്ല. എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ക്രമമാണ് നമുക്കുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് റോമിന്റെ നിർദ്ദേശമനുസരിച്ച് 1962 ജൂലൈ 3 മലയാള കുർബാന നിലവിൽ വന്നു. അത് കഴിഞ്ഞ് 68 അത് പരിഷ്കരിച്ചു. വീണ്ടും പരിഷ്കരിച്ച കുർബാനക്രമമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ബൈബിളിന്റെ പരാവർത്തനത്തില് പ്രധാനപ്പെട്ട എഡിറ്റേഴ്സായിട്ട് പ്രവർത്തിച്ചവര് ഒന്ന് വടക്കംപാറനച്ഛന്, 2 ചെറിയാൻകാലെഴുത്തുകളച്ഛൻ, 3ാമതായിട്ടും ഡോക്ടർ മൈക്കിൾ കാര്യമറ്റച്ഛൻ. നമ്മുടെ രൂപതയിൽ നിന്നുള്ള മൈക്കിൾ കാര്യമറ്റ 3 പ്രധാനപ്പെട്ട എഡിറ്റേഴ്സ് ഒരാളാണ്. അച്ഛനാണ് കഴിഞ്ഞ ദിവസം നിര്യാതനായത്. വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ സംസ്കാര കർമ്മങ്ങൾ തലശ്ശേരിയിൽ നടത്തി. അപ്പോൾ നമ്മുടെ രൂപതയിൽ നിന്നും അറിയപ്പെടുന്ന, നമ്മുടെ സഭയിൽ അറിയപ്പെടുന്ന ഒരു ബൈബിൾ പണ്ഡിതനായിരുന്നു അച്ഛനും. നമ്മുടെ സഭയിൽ മൈപ്പാൻ പദവി എന്ന് പറഞ്ഞൊരു പദവി കൊടുക്കാറുണ്ട്. ഒന്ന് ഞങ്ങളുടെയൊക്കെ പ്രൊഫസറായ വെള്ളാരിക്കൽ അച്ഛന് കൊടുത്തു, 2ാമത് കാര്യമറ്റ അച്ഛനാണ് കൊടുത്തത്. ഇങ്ങനെ 2 മൈപ്പാന്മാരാണ് നമ്മുടെ സഭയിൽ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ പദവി അല്ലെങ്കിൽ ലഭിച്ചത്. ഇപ്പോൾ ബൈബിൾ വിജ്ഞാന രംഗത്ത് ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ ചെയ്യേണ്ടായി. ചിത്രകഥ വായിച്ചാൽ ബൈബിളിലെ പ്രവാചകന്മാരുടെയും മറ്റു പുസ്തകങ്ങളുടെയൊക്കെ രത്നച്ചുരുക്കം മനസ്സിലാക്കാനും അത് മനസ്സിൽ അത് ഇരിക്കാനും ഒക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ നിരവധി പുസ്തകങ്ങൾ എഴുതി. വിശ്വാസത്തിന് വേദികളെന്ന പുസ്തകം എഴുതി. അതുപോലെ വേറെ 100-ഓളം പുസ്തകങ്ങൾ എഴുതി. ഒത്തിരി പ്രഭാഷണങ്ങൾ നടത്തി. കോട്ടയിൽ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് പ്രവർത്തിച്ചു. അതുപോലെ തൃശ്ശൂര് സെമിനാരിയിൽ ബൈബിൾ പ്രൊഫസറായിരുന്നു. മേജർ സെമിനാരിയിൽ. അച്ഛന് മരണത്തിന് ഒരുങ്ങിയിരിക്കുകയായിരുന്നു. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പിടിച്ചു ചെന്നപ്പോൾ അച്ഛനെ കാണാനായിട്ട് ഇരുന്നു. ഇങ്ങനെ രോഗമായിരുന്നത് അറിഞ്ഞുകൊണ്ടാണ് ചെന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം, 83 വയസ്സായി, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. ലുക്കേമിയ എന്ന ക്യാൻസറാണ്. അതിന് കൂടുതൽ ചികിത്സ ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് വളരെ ചികിത്സയൊന്നും വേണ്ട, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു. ഇനി ദിവസരീതിയിലേക്ക് പോകാനായിട്ട് ഞാൻ തയ്യാറാണ്. ഇതാരോടും പലത് അങ്ങനെയാണ്. അതുകൊണ്ട് കൂടിയ ചികിത്സകൾക്ക് അദ്ദേഹം വശമതനായിട്ട് അദ്ദേഹം ഇങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു. ഇന്നത്തെ വചനത്തില് നമ്മൾ വചനങ്ങളൊക്കെ വായിച്ചു. മലയാളം ബൈബിൾ ഉള്ളതുകൊണ്ടാണ് വചനം വായിക്കാൻ തുടങ്ങിയത്. 81 ശേഷമാണ്. മുമ്പ് സുവിശേഷവും ലേഖനവും വായിക്കുമായിരുന്നു. പഴയ നിയമ ഗ്രന്ഥങ്ങളും വായനയ്ക്കായിട്ട് ലഭ്യമായിരുന്നില്ല 81 മുമ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ ഞായറാഴ്ചകളിൽ പണിയെടുത്തു നിന്നുള്ള 2 വായനകൾ, ലേഖനത്തിലുള്ളൊരു വായന, സുവിശേഷം, ഇങ്ങനെ 4 വായനകളാണ് നമ്മളിപ്പോൾ ദേവാലയങ്ങളിൽ നടത്തുന്നത്. ഇന്നത്തെ വചനത്തിൽ സാപത്തിൽ രോഗശാന്തി കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ സാപത്ത് കർത്താവിന്റെ ദിവസമായിട്ട് ശനിയാഴ്ചയാണ് യഹൂദന്മാർ സാപത്തായിട്ട് ആചരിച്ചിരുന്നത്. ആ സാപത്ത് നാളിൽ എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്ന ഒത്തിരി നിയമങ്ങളെല്ലാം ഉണ്ടാക്കി
നടക്കാൻ പറ്റുമോ, ആഹാരം ഉണ്ടാക്കാൻ പറ്റുമോ, ഇങ്ങനെ നിയമബദ്ധമായി തീർന്നു. പരിസയന്മാർ നിയമങ്ങൾ വ്യത്യാസമൊന്നുമില്ലാതെ അനുഷ്ഠിക്കുന്നവരാണ്, നിയമത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്. അവരും യേശുവിനെ പരീക്ഷിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ അപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു ആടോ കന്നുകാലിയോ എൻ്റെ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ കരകയറ്റുകയില്ല? സാമ്പത്തിക പറഞ്ഞ് കരകയറ്റുള്ളൂ. എന്നാൽ ആടിനേക്കാളും വിലയുള്ളവരാണ് മനുഷ്യര്. അപ്പൊ അത് പറഞ്ഞിട്ട് യേശു സൗഖ്യം നൽകുകയാണ് കൈ ശ്വസിച്ചവൻ. അതാണ് ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ മനുഷ്യന് മറ്റു ജീവികളെക്കാളും മഹത്വമുണ്ട്. മനുഷ്യന് മഹത്വം എന്ന് പറയുന്ന അനുസരമായ ആത്മാവുള്ളത് കൊണ്ടാണ്. നിത്യജീവിതത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യൻ. ആ നിലയിൽ മനുഷ്യന് സവിശേഷമായിട്ടുള്ള സ്ഥാനം സൃഷ്ടപ്രപഞ്ചത്തിലുണ്ട്. എല്ലാ സൃഷ്ടികൾക്കും മുകളിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനം മനുഷ്യനുണ്ട്. ഇതിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും സമവഹിക്കുന്നതാണ് മനുഷ്യൻ എന്നുള്ളതാണ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 8-ാം 22 തുടങ്ങിയുള്ള വചനങ്ങളിൽ സോളമൻ രാജാവ് ബലിപീഠത്തിന്റെ മുമ്പിൽ സോളമൻ രാജാവിന്റെ പ്രാർത്ഥന. ദാവീദ് രാജാവ് ജെറുസലേമിൽ ദേവാലയം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. സോളമനാണ് ദേവാലയം പണിതുയർത്തിയത്. അത് കഴിഞ്ഞിട്ട് സോളമന്റെ പ്രാർത്ഥന പറയുകയാണ്. ഇന്നത്തെ വചനത്തിൽ കൊടുത്തിരിക്കുകയാണ്, അങ്ങേ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം. സോളമന്റെ അഹന്തയൊന്നുമില്ല, വലിയ ദേവാലയം ഉണ്ടാക്കി ദൈവത്തിന് നൽകി പ്രതിഷ്ഠിച്ചു എന്നുള്ള ചിന്തയൊന്നും സോളമനില്ല. അപ്പോൾ സോളമൻ പറയും, സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അങ്ങേ ഉൾക്കൊള്ളാൻ അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ദേവാലയം എത്ര അപര്യാപ്തമാണ് എന്നാണ് സോളമൻ പറയുന്നത്. എന്റെ ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനകളിൽ യാചനകളും ശ്രമിക്കണമേ എന്ന് സോളമൻ അപേക്ഷിക്കുകയാണ്. കർത്താവിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ തന്റെ പ്രാർത്ഥനകളിൽ യാചനകളും ഒക്കെ ശ്രമിക്കണമെന്ന് സോളമൻ പ്രാർത്ഥിക്കുകയാണ്. എബ്രായർക്കുള്ള ലേഖനം 8-ാം അധ്യായം 1 മുതൽ 6 വചനങ്ങളിൽ സ്വർഗീയ കൂടാരത്തിലെ മഹാപുരോഹിതനായ മിശിഹ സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രധാന പുരോഹിതനാണ് നമുക്കുള്ളത്. അപ്പോൾ സ്വർഗീയ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പ്രധാന പുരോഹിതനാണ് ഈശോയാണ് നമുക്ക് ഉള്ളത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങൾ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷാസ്ഥാനവും നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ പഴയ നിയമം ഉണ്ടായിരുന്നു, പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. പുതിയ നിയമത്തിലെ ശ്രേഷ്ഠനായ ഇടയൻ ഈശോ മിശിഹായാണ്. അതുകൊണ്ടാണ് പരിമത്തിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായൊരു ശുശ്രൂഷക സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നെന്ന് യേശുവിനെ പറ്റി ഈ വചനങ്ങളിലൂടെ പറയുന്നത്. നിയമങ്ങളുണ്ട്, നിയമത്തിന്റെ അനുഷ്ഠാനങ്ങൾ. നിയമത്തിന് എക്സെപ്ഷനുണ്ട്, നമുക്കറിയാം. കർത്താവിന്റെ ദിവസം നമ്മൾ ഞായറാഴ്ചയാണ് ആചരിക്കുന്നത്. ഞായറാഴ്ച ദിവസം ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, അതിന് പ്രധാന സ്ഥാനം നൽകണം. വീട്ടിലാരെങ്കിലും മരിക്കാറായിട്ട് കിടപ്പുണ്ടെങ്കിൽ ആ രോഗിയെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ പള്ളിയിൽ വരുന്ന സമയത്ത് അപകടം ഉണ്ടാകുന്ന സാഹചര്യമാണെങ്കിൽ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളും കടമകളും ഒക്കെ നിർവഹിക്കേണ്ട ദൗത്യം നമുക്കുണ്ട്. പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ എങ്ങനെ നമ്മുടെ മനസ്സനുസരിച്ച് എങ്ങനെ വ്യതിചലിക്കാമെന്ന് ചിന്തിക്കാതെ മാതാപിതാക്കളെ നല്ല പ്രായത്തോട് മുമ്പിലേക്ക് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, ആദരിക്കുക, ശുശ്രൂഷിക്കുക, വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ള കൽപ്പനയുണ്ട്. നീ എങ്ങനെ അപ്പനെയും അമ്മയും സംരക്ഷിക്കാനുള്ള ദൗത്യം മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരമില്ലാത്തതുകൊണ്ട് അനാഥശാലയിൽ എങ്ങനെ കൊണ്ടുവന്ന് ആക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ആളുകൾ അത് നിയമത്തിൽ നിന്നും അകലെയാണ്. പറ്റുന്നിടത്തോളം മാതാപിതാക്കന്മാരെ സംരക്ഷിക്കുകയും അന്വേഷിക്കുകയും വാർദ്ധക്യത്തോടു കൂടി ആയിരിക്കുകയും ചെയ്യുക. എപ്പോഴും കഴിഞ്ഞൊന്നും വരില്ല.
മക്കളും നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിന് കഴിയും. പിന്നെ വാർദ്ധക്യത്തിൻ്റെ സവിശേഷതകളുണ്ട്. ഓർമ്മക്കുറവുണ്ടാകും, പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് വരും, പിന്നെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരെ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പെരുമാറാനും അവരെന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മക്കുറവുണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അത് ക്ഷമിക്കാനായിട്ടുള്ള മനസ്ഥിതി നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ചിലരൊക്കെ മനസ്സിൽ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളോടും മക്കളോടൊക്കെ ക്ഷമിക്കാൻ കഴിയാത്തവർ. അപ്പോൾ ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് മാനസികവും ആത്മീയമായിട്ടുള്ള ആരോഗ്യം കരഗതമാകുക. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ, നമ്മൾ ചെയ്യേണ്ട കടമകൾ നിർവഹിക്കുമ്പോൾ, സാപത്തിലാണെങ്കിലും പ്രാർത്ഥനയ്ക്കും ദൈവികാര്യങ്ങൾക്കും പ്രാമുഖ്യം കൊടുക്കുമ്പോൾ, അതുപോലെ രോഗികളെ സന്ദർശിക്കുമ്പോൾ, നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ സാപത്ത് കൂടുതൽ അർത്ഥപൂർണ്ണമാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും